ഇവിടെ എന്താണ് പ്രോഗ്രാം നടന്നത് എന്ന് പ്രിൻസിപ്പാളിനോട് ചോദിക്കാം. നമ്മുടെ CBSE പുതിയ പഠന രീതി അനുസരിച്ച് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ്. സ്വാഭാവികമായിട്ടും അവർ പ്രവൃത്തിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അവരുടെ അറിവുകൾ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക, ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്ത് പ്രാക്ടിക്കലാക്കി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമാണ് കുട്ടികൾ ചെയ്യുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ നടത്തി വരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് എസ്പോലൈറ്റ് എന്ന രീതിയിൽ ഒരു പ്രത്യേക ടൈറ്റിലിട്ടാണ് നടത്തുന്നത്. ഇത് 3ാമത്തെ സീരീസാണ്. 3 സീരീസിൽ കഴിഞ്ഞ 2 സീരീസിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ ആംഗിളിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത്തവണ നമ്മൾ പൂർണ്ണമായും രക്ഷിതാക്കൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്ത് മുഴുവൻ രക്ഷിതാക്കളും കാണുന്ന രീതിയിൽ കാണാനുള്ള അവസരം ഒരുക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എല്ലാ സെഷൻ്റെയും ടീച്ചേഴ്സിൻ്റെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്തത്. പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. പുസ്തകങ്ങളെ കാര്യങ്ങൾ അവരുടെ പഠനാറിവുകൾ പ്രവൃത്തി പരിചയത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ലാംഗ്വേജ് എല്ലാ ലാംഗ്വേജും ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ലാംഗ്വേജിലെ കുട്ടികളുടെ വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജ് സ്കില്ലിൻ്റെ ഒരു എക്സിബിഷൻ കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. കൂടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ക്രിയേറ്റീവായി ചെയ്യാനുള്ള ക്ലേ മോഡലിംഗ്, ക്രാഫ്റ്റിംഗ്, പേപ്പർ ക്രാഫ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളും സമയബന്ധിതമായി കോമ്പറ്റീഷൻ രീതിയിൽ നടക്കുന്നു. മാത്തമാറ്റിക്സിലെ കുട്ടികളുടെ റീസണിങ് സ്കില്ലും അതേപോലെ മാത്തമാറ്റിക്സിലെ കഴിവും മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടി സ്പോർട്ട് കോമ്പറ്റീഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇത്തവണ ഞങ്ങൾ അഡീഷണലായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ എക്സിബിഷനോടനുബന്ധിച്ച് കുട്ടികളിൽ റിസർച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യങ് സ്കോളേഴ്സ് റിസർച്ച് ഒളിമ്പിയാഡ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത കുട്ടികൾ വ്യത്യസ്ത വിഷയങ്ങളിൽ പഠന വിധേയമാക്കി അനലിറ്റിക്കൽ സ്റ്റഡി നടത്തി അത് കൃത്യമായി പ്രസൻറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള വിജയികളെ കണ്ടെത്താനുള്ള അവസരം കൂടി ഇത്തവണ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം തന്നെ ആ മത്സരം, ആ ഒരു റിസർച്ച് പേപ്പർ പ്രസൻറ്റേഷൻ അവർ നടത്തുകയുണ്ടായി. നമുക്ക് കാണാം കുട്ടികൾ എങ്ങനെയാണ് അത് ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് നേരിട്ട് കാണാം. Second Edge. This is Safa Childcare Hospital. Children's Hospital is a very special kind of hospital built just for children, babies and teenagers. While regular hospitals are for grown-ups, these hospitals are designed to be colorful, friendly and much less scary. നമ്മുടെ നാട്ടിലില്ലെങ്കിലും ഇന്ന് നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് എന്ത് മെട്രോ. അതായത് എളുപ്പത്തിൽ യാത്ര ചെയ്യാനൊക്കെ. This is metro train. This is entry gate. That is exit gate. This is waiting area, platform, other facilities. Thank you. Cinema. It has digital screens, comfortable sittings. This is supermarket. It supplies daily things, smart shelves. Jet, flights, helicopter, luggage area. Here are 2 services, domestic and international service. Shows how the earth rotates on its axis, creating day and night. The green and sky blue side can be rotated when one part of the earth faces the sun. It is വേസ്റ്റ് വാട്ടർ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യുന്നത് കാണിച്ചിരുന്നത് കേട്ടോ. പ്യൂരിഫൈഡ് ആവും. ഈ പ്യൂരിഫൈഡ് ഹോസസിലേക്കും കോളനീസിലും പോകും. ഈ ഫാക്ടറിയിലാണ് നമുക്ക് ഡേർട്ടി വാട്ടർ കിട്ടുന്നത്. From class 30. Today we are excited to share with you our sun's working model on day and night. Let's explore how the earth's rotation causes. ചായ വെക്കുന്നുണ്ടോ പോകയിലും പോന്നെ? Let's see our project. Turn on it. Qutub Minar is a historical monument of India.
പറയാൻ പറ്റുമോ? ഇത് സോളാർ കുക്കറാണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്ത് വെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഇതിന്റെ കൺസെപ്റ്റ്. അതായത് ഇപ്പോ ഇതാണ്ടോ, നമ്മിപ്പോ വെയിലത്ത് വെച്ച് കുക്ക് ചെയ്തതാണ് എഗ്. അതായത് ഈ മിററിൽ റിഫ്ലക്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഹീറ്റിനെ കടത്തിയിടും. അതായത് ഈ ഗ്ലാസിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഗ്ലാസ് ഉള്ളിലേക്ക് ഹീറ്റിനെ കടത്തിയിട്ട പുറത്തേക്ക് അത് വിടില്ല. അപ്പോൾ ഇത് ഉള്ളിൽ ഹീറ്റ് ട്രാപ്പ് ആവും. അപ്പോൾ ഉള്ളിലത്തെ ഫുഡ് നല്ല വൃത്തിക്ക് കുക്കാവും. ഫസ്റ്റ് ടൈം പൈസ ഇല്ലാത്ത സമയം ബാത്റൂം സിസ്റ്റം വന്ന്, അത് കഴിഞ്ഞിട്ട് അത് കുറേ കാലം നിൽക്കാത്തപ്പോൾ ഗോൾഡ് കോയിൻ വന്ന്, അത് കുറേ പിടിക്കാൻ കഴിയാത്തപ്പോൾ മെറ്റൽ മണി വന്ന്, അത് കഴിഞ്ഞിട്ട് ചൈന ഇത് പേപ്പർ മണി ആക്കി, പിന്നെ ഇത് പ്ലാസ്റ്റിക് മണി ആക്കി, പിന്നെ ഡിജിറ്റൽ മണി ഫോൺ പേ ആക്കി. Shapes such as square, kite, rectangle, rhombus, trapezium, triangle, and square. HCF and LCM, okay? Highest common factor. The greatest number which divides two or more number without leaving a remainder is called the highest common factor. Okay? Example, we will show how to do HCF, okay? Of 10, we will find the HCF of 10 and 50. Okay? So 2 multiplied by 5 is 10. Okay? 3 multiplied by 5 is 10 and 50. ഇങ്ങനെ കൈ ഇങ്ങനെ ചേർക്കണം. പതിഞ്ഞ് വരൽ അമർത്ത്. ഈ ചുണ്ടൻ വരൽ ഇതിൽ കുത്തി നേർക്ക് വലിക്കണം. നേർക്ക് വലിച്ചാൽ ഈ ചുണ്ടൻ വരൽ ഉപയോഗിച്ചുകൊണ്ട് ഈ വരൽ അടിയിൽ വെച്ച് ഒരു ബക്ക് ഒരു ആവേശം. അതെ, അത് ഒരിക്കലും കഴിയില്ല. ഒരുപാട് ഇതിപ്പോ കേരള തിരുവനന്തപുരം. ഇതിപ്പോ ഈന്ന് എനർജി പാസ്സായിട്ട് എനർജി സോഴ്സ് കൃത്യമാണെങ്കിൽ അടിക്കും. ഇതിപ്പോ ഇത് തെറ്റാണെങ്കിൽ എനർജി പോകും. വയർ കണക്ഷനിലൂടെ എനർജി പോകും. ശരിയാണെങ്കിൽ എനർജി പോയി പാസ്സാകും. The outermost part of a flower is called the sepals. Sepals are usually green in color and product flower when it is in the bud stage. It consists of two parts, the anther and the filament. The anther produces pollen grain, which is necessary for the plant to reproduce. At the center of the flower is called the pistil, the female part. It has ഇനി കെമിക്കൽ ഇല്ലാത്തത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ജെല്ല് ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിലെ വീട്ടിലെ വേപ്പ്, തുളസി, പിന്നെ കറ്റാർവാഴന്റെ ജെല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ജെല്ലിൽ നമുക്ക് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഖുർആൻ പൂർണ്ണമായിട്ടൊരു വർഷം കൊണ്ട് എഴുതി എന്നുള്ളതാണല്ലോ അല്ലേ? ശരിക്കും പറഞ്ഞല്ലേ ആ ഖുർആൻ ആദ്യമായിട്ട് എഴുതിയിട്ടാണല്ലോ അതിൻ്റെ പ്രതി ഇറങ്ങുന്നത്. പിന്നെ അത് ഏഴ് കോപ്പികൾ എഴുതി ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത്.
പിന്നെ അതങ്ങനെ ഓരോരുത്തർക്കും പ്രചരിപ്പിച്ചു എന്നല്ല. ഇന്നും മക്കയിൽ ചെന്നാലും മ്യൂസിയത്തിൽ അതിൻ്റെ ഒരു കോപ്പി കാണാം. എഴുതിയതിൻ്റെ കോപ്പി എടുത്ത ഒരു കോപ്പി ഇപ്പം കാണാം. എഴുതിയ അതേ പ്രതിയല്ല, മറ്റേത് കാണാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഖുർആനുമായിട്ട് ഇടപെടുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ഒരു ഭയങ്കര തൗഫീഖായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. ഇൻഷാ അല്ലാഹ് എന്തായാലും അല്ലാഹു കബൂലാക്കട്ടെ. സഫയിലാണ് പഠിക്കുന്നത്. ഏത് ക്ലാസ്സിലാണ്? 5th ഡിയിൽ. ഓക്കെ. എനിക്ക് എന്തിനാണ് ഇത് കിട്ടിയത്? ഫുട്ബോൾ പ്ലേയേഴ്സിന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പേര് പറഞ്ഞിട്ടാ അത് എഴുതിയിട്ടാ? ഇങ്ങനെ എന്താ പറയാ, ഒരു മിനിറ്റിനുള്ളിൽ എത്ര എഴുതി? അങ്ങനെയാണോ? അങ്ങനെയാണ് അതിന്റെ 22 minutes 20 seconds 217 എഴുതി അല്ലേ? ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ, ഒന്ന് പറഞ്ഞു നോക്കിയാലോ? പറയാൻ കഴിയോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. റൊണാൾഡോ, മെസ്സി, നെയ്മർ, എംബാപ്പെ, ലൂയിസ് സുവാരസ്, എംബാപ്പെ, കിലിയൻ എംബാപ്പെ, ഹാലൻഡ്, വിനീഷ്യസ് ജൂനിയർ, റോദ്രിഗോ, സവിഞ്ഞോ, ഡോക്കു, മുഹമ്മദ് ഐമൻ, മുഹമ്മദ് അസർ, മുഹമ്മദ് ഷഹീഫ്, മുഹമ്മദ് ഖുദ്ദൂസ്, അഫീഫ്, അൽ ദസ്വരി, പെഡ്രി, യമാൽ, നിക്കോ വില്യംസ്, ഇനാക്കി വില്യംസ്, പാബ്ലോ ബാരിയസ്. ഓക്കെ ഓക്കെ. ഇത് എങ്ങനെയാണ് ഇത് പഠിച്ചു വെച്ചത്? ആൽഫബറ്റിക് ഓർഡറിലാണോ? എങ്ങനെയാണ് പെട്ടെന്ന് മൈൻഡിൻ്റെ ഓർഡറിൽ പഠിച്ചു വെച്ചതാണല്ലേ? ഓക്കെ. എനിവേ ബുക്ക് ഓഫ് വേൾഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ എത്തിയല്ലോ. കൺഗ്രാറ്റ്സ്. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റ് സിയിലാ? അപ്പോൾ ഒരു 6 വയസ്സ് അല്ലേ? ആളുടെ 6 വയസ്സിൽ വേൾഡ് റെക്കോർഡ്. കുറച്ച് കാറിൻ്റെ പേര് പറയാൻ കഴിയോ? ഫോട്ടോ കാണിക്കാണ്ട് തന്നെ പറ. BMW, Rolls-Royce, Benz, Bugatti Chiron, Rolls-Royce, Honda, BMW. ഓക്കെ. ഇനി കണ്ടാലായിരിക്കും കൂടുതൽ പറയാൻ കഴിയുക. കണ്ട പേരുകൾ വെച്ചിട്ട് എല്ലാ കാറിനും ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്. അതിൽ പിന്നെ 50 കാറ് എത്ര ടൈമിനുള്ളിലാണ്? 50 കാർസ് പറഞ്ഞല്ലേ? 50 കമ്പനീൻ്റെ കാറുകൾ അല്ലേ? ഓക്കെ. 52 സെക്കൻഡ്സാ? ഓക്കെ. 2 മിനിറ്റ്സിൽ 2 മിനിറ്റിൽ 42 കാറിനെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ള വേൾഡ് റെക്കോർഡ്. ഓക്കെ. ഇത് എൻ്റെ വ്യാപാരിൻ്റെ സെക്രട്ടറിയാണ് കലാം. ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ ചെറിയ കുട്ടികളിൽ ഇന്നത്തെ കൗതുകം ഉയർത്തുക എന്ന ഒരു ഇതാണ് കണ്ടത്. കാരണം വെച്ചാൽ ചെറിയ ഹൃദയങ്ങളിലേക്ക് വലിയ ഇന്ന് നടക്കുന്ന ആധുനിക ഫ്ലാറ്റിനെ കുറിച്ചും അത് വില്ലയെ കുറിച്ചും എല്ലാ ഇതിന് ഹോട്ടലുകളായാലും ഹോസ്പിറ്റലായാലും അവരുണ്ടാക്കി അവർ ഈ സമൂഹത്തിന് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് അവരെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. നമുക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ജീവിക്കുന്ന കാലത്ത് ഇതൊക്കെ അനിവാര്യമായ കാലമാണ്. അപ്പം ഇതൊക്കെ പഠിക്കേണ്ടതാണ്. എവിടെയാണോ വണ്ടി പാർക്ക് ചെയ്യേണ്ടത്, എവിടെയാണോ ഹോസ്പിറ്റലിൽ കയറേണ്ടത്, എവിടെ നിന്നാണ് പോകേണ്ടത് എന്ന മെത്തേഡുകളൊക്കെ നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ എക്സ്പോ ഗുണം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ടുണ്ട്. നല്ല ഇങ്ങനെ എക്സ്പോ വളരെ ഗംഭീരമായിട്ടുണ്ട്. ചെറിയ ചെറിയ കുട്ടികളാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം അത്രയും ഭംഗിയായിട്ട് ഓരോ ക്ലാസ്സും പ്രത്യേകമാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരു ക്ലാസ് ഹോസ്പിറ്റലാണെങ്കിൽ മറ്റൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, ബിൽഡിംഗ് അപ്പാർട്ട്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും ഈ വർഷം ഒന്നുകൂടി ഗംഭീരമാക്കി. ഓർഗനൈസേഷനും നല്ല നിലയിലായിട്ടുണ്ട്. പാലക്കാട് ഒരു ശാസ്ത്രമേള കേരള ഗവൺമെന്റിന്റെ കണ്ടതാണ്. അപ്പോൾ അതോടൊപ്പം ഇതും നന്നായി അതിനോട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിലവാരം പുലർത്തുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്.